ഡോണാപോളയിലാണ്. ഇത് നോർത്ത് ഗോവയിലാണുള്ളത്. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ കുറെ ഫ്ലീ മാർക്കറ്റും പിന്നെ ബീച്ച് വ്യൂ ഒക്കെയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഇത് ഇവിടുത്തെ ഫ്ലീ മാർക്കറ്റ് ആണ്. കുറെ ഇതേപോലെ മാർക്കറ്റ് ലൈക്ക് ഡ്രസ്സിന്റെയും പിന്നെ ഇവിടുത്തെ ബാഗും തൊപ്പിയൊക്കെ ആയിട്ട് കുറെ കടകളുണ്ട്. നമുക്ക് എല്ലാ കടയിലും ഒന്ന് കയറി വീഡിയോസ് എടുക്കാം. ഓക്കെ ജിത്തു, ഇതാണ് ഇവിടുത്തെ ലോക്കൽ എന്താ ട്രഡീഷണൽ ബാഗുകളൊക്കെ. നോ ഇതൊക്കെ എടുക്കാം. കണ്ടോ, കൊറേ നല്ല മാലകളും വളകളും ഒക്കെ ഉണ്ട്, ബാഗ്സും ഒക്കെ. കോമ്പോയിലല്ലോ അല്ലേ എന്റെ അടുത്ത്? എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി വ്യൂ അല്ലേ? സംസാരിക്കുകയാണ്. ഇതിപ്പോ ഓണല്ലേ? ഇത് കണ്ടോ, ഇവിടുത്തെ ബീച്ച് വെയറോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല റീസണബിൾ റേറ്റിലേക്ക് ഇരിക്കും. നോ വി ജസ്റ്റ് ടേക്കിംഗ് വീഡിയോ. കണ്ടോ, ബീച്ചിലൊക്കെ ഇടാൻ പറ്റിയ ഷോർട്ടും ഒക്കെ ഉണ്ട് ഇവിടെ. ഗേൾസിനാണെങ്കിൽ ഇടാൻ പറ്റിയ ഡ്രസ്സസ് ഉണ്ട്. കുട്ടികൾക്ക് വരെ ഉണ്ട് കണ്ടോ ബീച്ചിലൊക്കെ ഇടാൻ. നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ട്. Come on. അപ്പോ ഈ ഒരു പ്ലേസ് വരുന്നത് നമ്മുടെ നോർത്ത് ഗോവയിലെ പഞ്ചിമിനടുത്തായിട്ടാണ്. ഡോണാപോള എന്നാണ് ഈ ഒരു പ്ലേസിന്റെ പേര് വരുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും കാണാൻ പറ്റുക. ഇതേപോലെ തന്നെ എന്താ പറയുക, ഫ്ലീ മാർക്കറ്റ്സും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ക്ലോത്ത്സും ആക്സസറീസ് ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം റീസണബിൾ റേറ്റിൽ തന്നെ. പിന്നെ നമ്മളുടെ വ്യൂ അതാണ് മസ്റ്റ് ആണ്. അത് എന്തായാലും നിങ്ങൾ ഗോവയിൽ വരുന്ന ആളുകൾ എപ്പോഴും ഈ കണ്ട ബീച്ചുകൾ തന്നെ പോയി കാണാണ്ട് ഇതേപോലെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളും വന്ന് കാണണം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും, നടന്ന് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും മനസ്സിലാവും എത്രത്തോളം മനോഹരമാണ് ആ ഒരു അവിടത്തെ മേലെ ആ കാണുന്നതിന്റെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീൻ എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ഈ പ്ലേസിന് ഡോണാപോള എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഞാൻ നിങ്ങളോട് പിന്നെ പറയാട്ടോ. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു സ്മാരകം നമ്മൾ കാണും. അപ്പൊ ഞാൻ ആ കഥ നിങ്ങളോട് പറയാം. ഇപ്പൊ നമുക്ക് നടന്ന് ഇവിടെയുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. കണ്ടോ, ജനുവരി ആയിട്ട് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. കുറെ വിസിറ്റേഴ്സ് ഉണ്ട്.
അപ്പോ ഈ കാണുന്നവരിൽ ആരെങ്കിലൊക്കെ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടോ? ഈ ഡോണാപോള വ്യൂ പോയിന്റ് വന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങളും മറ്റുള്ളവർക്ക് Donna സജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇതൊക്കെ ഒന്ന് മിസ് Paula ചെയ്യാൻ means പറ്റാത്ത പ്ലേസുകളാണ്. എപ്പോഴും കുറെ കണ്ട് okay. ബീച്ചുകൾ തന്നെ So പോവാണ്ട് Donna and ഇതേപോലെയുള്ള Paula once സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഇവിടെയും കുറെ ഹിഡൻ ജംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ചാർജ് ഉണ്ട് കേട്ടോ. 50 rupees പെർ പേഴ്സൺ ആണ് തോന്നുന്നത് എൻട്രി ഫീസ് വരുന്നത്. ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നിപ്പോ അവര് ഇത് റിനോവേഷൻ ഒക്കെ ചെയ്തപ്പോ അവര് ചെയ്തതാണെന്ന് തോന്നുന്നു. വൈകുന്നേരം ഒരു സമയത്താണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് തന്നെ നല്ല കാറ്റായിരുന്നു. കാറ്റത്ത് എന്റെ മുടി കിടന്നു ഒരു രക്ഷയില്ല. മുടി ഭയങ്കര പറക്കലായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ മുടി പിടിച്ച് കാണിച്ചുകൊണ്ടിരിക്കേണ്ടത്. നല്ല ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയ പ്ലേസ് ആണ് ഇത്. കണ്ടോ, ആളുകളൊക്കെ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോ നിങ്ങൾ ആരെങ്കിലൊക്കെ ഗോവ വന്നിട്ട് ഈ പ്ലേസ് കണ്ടെത്താനായിട്ട് പാടൊന്നും പെടേണ്ട, ഭയങ്കര ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പഞ്ചിമിനടുത്തായിട്ടാണ്. നിങ്ങൾക്ക് നമ്മളുടെ ഗൂഗിൾ മാപ്പ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുമല്ലോ, അവിടെ ഡോണാപോളാന്ന് അടിച്ചു കൊടുത്താൽ മതി വ്യൂ പോയിന്റ് എന്ന്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഈ പ്ലേസ് തന്നെ വരും. ഓക്കെ, അപ്പൊ ആരും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കൊന്നും വേണ്ട ഈ ലൊക്കേഷനൊക്കെ കേട്ടോ. ഇവിടെ ഇതല്ലാണ്ട് താഴെ കാണുന്ന ബീച്ചിൽ നമുക്ക് വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വരുന്ന ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. നല്ല ഫോട്ടോ. അപ്പോ ഞാൻ പറയാൻ വന്നിരുന്ന കഥ എന്ന് പറയുന്നത്, ഈ ഡോണാപോള എന്ന് പറയുന്ന ഈ പ്ലേസിന് ഡോണാപോള എന്ന് പേര് വരാൻ കാരണം ഈ സ്റ്റാച്യൂയിൽ കാണുന്ന ഈ രണ്ട് പേര് കാരണമാണ്. അതായത് ഡോണാപോള എന്ന് പറയുന്നത് ഇവിടുത്തെ പോർച്ചുഗീസിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി ആയിരുന്നു. പണ്ട് ഇവിടെ പോർച്ചുഗീസ് കൊളോണിയൽ ആയിരുന്നല്ലോ, അവിടുത്തെ ഒരു കൊളോണിയൽ ലേഡി ആയിരുന്നു ഈ ഡോണാപോള. അവര് നമ്മളുടെ എന്താ പറയാ, ഗോവയിലെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഫിഷർമാനെ സ്നേഹിച്ചു. പക്ഷെ അവരുടെ പ്രണയം ഒരു ട്രാജിക് എൻഡായിരുന്നു. കാരണം ഈ ഡോണാപോളയുടെ വീട്ടുകാരും റിലേറ്റീവ്സും അവരുടെ ആ ഒരു കൊളോണി ഒന്നും ഇതിന് ഈ പ്രണയത്തിന് എല്ലാവരും എതിരായിരുന്നു. ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ ഈ ഡോണാപോളയും അവരുടെ കാമുകനും ഇവിടുത്തെ ഈ ക്ലിഫിൽ നിന്ന് ചാടി മരിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ പേരിന്റെ അവർക്കുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഡോണാപോള എന്ന് പേര് വന്നത്. കാരണം ഈ ഡോണാപോള എന്ന് പറയുന്ന ലേഡി വളരെ എന്താ പറയാ, എല്ലാവരോടും നന്മ മാത്രം ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്ലേസിന് അങ്ങനത്തെ ഒരു പേര് വരുന്നത് കേട്ടോ. അപ്പൊ കണ്ട ആ ഒരു വൈറ്റ് കളർ സ്റ്റാച്യു ആണ് അവരുടേത്. അപ്പൊ ഇതെല്ലാം കേട്ടുകഥകളാണ് കേട്ടോ. ഞാൻ 100% ഷുവർ ഒന്നും പറയുന്നില്ല. ഇതെല്ലാം കേട്ടുകഥകളാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തോ. നല്ല വ്യൂ ആണല്ലേ കാണാനായിട്ട്. അപ്പുറത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇവിടെ വരുമ്പോ തന്നെ നമുക്കും ഒരു എന്താ പറയാ, അങ്ങനെ ഗോവയിൽ ഞാൻ പറഞ്ഞ ഒരുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അതേപോലത്തെ ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഇതും. പക്ഷെ കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും മേലെ വന്നിട്ട് ഒരു നന്നായിട്ടൊരു പ്ലേസ് കിട്ടിയൊന്നുമില്ല നന്നായിട്ട് എടുക്കാനായിട്ട്, വീഡിയോ എടുക്കാനായിട്ട്. കാരണം എല്ലാവരും വന്ന് അവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്ഥലം മര്യാദയ്ക്ക് കിട്ടിയില്ല നന്നായിട്ട് നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നെക്സ്റ്റ് ഗോവ ട്രിപ്പില് ഡോണാപോള എന്ന് പറയുന്നത് എന്തായാലും ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വരാൻ വേണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമന്റ് വഴി ഞങ്ങളോട് പറയണം.
അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മളുടെ ഡോണാപോളയായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ നിന്ന് ബായ് പറഞ്ഞ് വീട്ടിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇപ്പം സമയം ഒരു 6 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വേറെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കുഞ്ഞു ഗോവ വ്ളോഗേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്